പക്ഷേ കഴിഞ്ഞ ദിവസം മുരാരി ബാബു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് വിജയ് മല്യയുടെ പ്രതിനിധിയായ സെന്തിൽനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ 98-ൽ സ്വർണം പൊതിയുകയാണ് ഉണ്ടായത്. പൂശൽ നടന്നിട്ടില്ല. എല്ലാ ഭാഗങ്ങളുടെയും സ്വർണം പൊതിയൽ പ്രക്രിയ നടന്നത് സന്നിധാനത്ത് വെച്ചായിരുന്നു. അതേസമയം വർഷങ്ങൾക്ക് ശേഷം ഈ സ്വർണം പൊതിഞ്ഞെടുത്ത് കൈസ്പർശമേൽക്കുന്ന ഭാഗത്ത് ചെമ്പ് തെളിയാൻ സാധ്യതയുണ്ട്. പക്ഷേ മുഴുവനായിട്ട് ചെമ്പ് തെളിയില്ല എന്നുമാണ് സെന്തിൽനാഥൻ പറയുന്നത്. അമാൽഗമേഷൻ പ്രോസസ്സിൽ തന്നെയാണ് ഈ ദ്വാരപാലകരെ അവിടെ വെച്ചിരിക്കുന്നത്. ചെമ്പ് തെളിയാന്ന് വെച്ചാൽ ഈ കൈ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് കാണാം. അത് ഐ ഡു അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മൊത്തം പീസും അങ്ങനെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി അഡ്മിറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പോർഷൻ മാത്രം ചെയ്താൽ പോരെ. 6 പീസാണെന്നാണ് അവർ പറയുന്നത്. 6 പീസിൽ ഏത് പോർഷനാണ് ആ പോർഷൻ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്താൽ പോരെ. എൻ്റയർ പീസ് പൂശേണ്ട ആവശ്യം എന്തിരിക്കുന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ മുരാരി ബാബുവിന്റെ വാദങ്ങളെ ഒന്നടങ്കം തള്ളുകയാണ് സെന്തിൽനാഥൻ. 98-ൽ ഈ സ്വർണം പൊതിയുകയാണ് ചെയ്തത് എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യം അദ്ദേഹം പറയുകയാണ്. അപ്പാടെ ഈ മുരാരി ബാബുവിന്റെ വാദങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം തള്ളുകയുമാണ്. ഗുഡ് മോർണിംഗ് ജയലക്ഷ്മി. ശബരിമല മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ പൂർണ്ണമായും പിന്തള്ളിയാണ് വിജയ് മല്യയുടെ പ്രതിനിധിയായ സെന്തിൽനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസവും മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. മുരാരി ബാബു പറയുന്നത് അടിസ്ഥാനപരമായി ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ടത് സ്വർണ്ണപ്പാളിയല്ല, മറിച്ച് ചെമ്പ് പാളി തന്നെയാണ്. സ്വർണത്തിന്റെ അംശം അളവ് നേരിയ തോതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് താൻ ചെമ്പ് പാളി എന്ന രേഖകളിൽ രേഖപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ് എന്ന് സെന്തിൽനാഥ് പറയുന്നു. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുകയായിരുന്നില്ല, മറിച്ച് സ്വർണം പൊതിയുക തന്നെയായിരുന്നു എന്നാണ് സെന്തിൽനാഥ് പറയുന്നത്. സ്വർണം പൂശിയിട്ടേയില്ല. മാത്രമല്ല ഇത് നടന്നത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ സ്വർണം പൊതിഞ്ഞ ഒരു വസ്തുവിൽ മനുഷ്യന്റെ കരസ്പർശവും മറ്റും പലതവണ ഏൽക്കുകയാണെങ്കിൽ നേരിയ തോതിൽ ഒരു പക്ഷേ ചെമ്പ് തെളിഞ്ഞേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ചെമ്പ് എന്നെഴുതാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. നേരിയ തോതിൽ മാത്രമാണ് അങ്ങനെയെങ്കിൽ തന്നെ ചെമ്പ് തെളിയാൻ സാധ്യതയെന്ന് സെന്തിൽനാഥ് ഉറപ്പിച്ചു പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് നേരത്തെ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പിന്നീട് സ്വർണം പൂശാൻ വേണ്ടി എടുത്തപ്പോൾ ഒരുപക്ഷെ നേരത്തെ പൊതിഞ്ഞിരുന്ന സ്വർണം അവിടെ നിന്ന് മാറ്റിയതായിരിക്കാം. അതായത് ആ സ്വർണം ചുരണ്ടി മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റിയതിനു ശേഷമായിരിക്കാം ഇത്തരത്തിൽ സ്വർണം പൂശിയത് എന്നും അമാൽഗേഷൻ വിദഗ്ധൻ കൂടിയായ സെന്തിൽനാഥ് പറയുന്നു. വിജയ് മല്യ ഇത്തരത്തിലുള്ള സ്വർണം സമ്മാനിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായും ചുമതല വഹിച്ചിരുന്നവരിൽ ഒരാൾ കൂടിയാണ് അമാൽഗേഷൻ വിദഗ്ധനായ സെന്തിൽനാഥ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം മുരാരി ബാബു പറയുന്നതാകട്ടെ നേരിയ ഒരു അളവിൽ മാത്രമാണ് സ്വർണം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് എന്നാണ്. അങ്ങനെ മുരാരി ബാബുവിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സെന്തിൽനാഥ് രംഗത്ത് വന്നിരിക്കുന്നത്.